നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. കുറച്ചു ദിവസം ഇതിനെക്കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെയുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പൊതുപ്രവർത്തനത്തിൽ അദ്ദേഹം ഏർപ്പെടുന്നത് കണ്ടുകൊണ്ടായിരിക്കാം വീണ്ടും ചില ഓഡിയോ ക്ലിപ്പുകളും ചില ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു വിഭാഗം പറയുന്നു അതൊക്കെ തന്നെ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ചിലർ പറയുന്നുണ്ട് അതൊക്കെ കെട്ടിച്ചമച്ചതാണ്. ഇപ്പോൾ രാഹുലിന്റെ വളർച്ച കണ്ട് അസൂയ മൂത്തിട്ടുള്ള ഒരു വിഭാഗം ഇത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് വീണ്ടും ചില പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് ഇതെന്ന് പറയുന്നുണ്ട്. രണ്ട് തരത്തിലും ആളുകൾ ഇതിനെ കാണുന്നുണ്ട്. കൂടുതൽ ആളുകളും ഇതിനെ ഈ ഒരു ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതിനെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് നടി സീമാജി നായർ. പല രീതിയിൽ പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ സീമാജി നായർ തന്റെ അഭിപ്രായത്തിൽ അത് ഉറച്ചു നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ അവർക്കെതിരെ ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ അവരുടെ പോസ്റ്റിന് താഴെ കമന്റുകൾ ധാരാളം വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും തന്റെ നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ തനിക്ക് എന്താണ് പറയാനുള്ളത് എന്നിൽ നിന്ന് കൃത്യമായിട്ട് അതിൽ യോജിച്ച് അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നടി സീമാജി നായർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും പിന്തുണച്ചുകൊണ്ടാണ് നടി സീമാജി നായർ രംഗത്ത് വരുന്നത്. തേനീച്ചക്കൂട് ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുമെന്നാണ് സീമാജി നായർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ രാഹുലിന് വേണ്ടി ഇട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, അത് തെറ്റ് ചെയ്താൽ മാത്രം. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നും സീമ പറയുന്നുണ്ട്. ശുഭദിനം. ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട്. അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്ന് ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തീക്കുട്ടി പറയുന്നത് എന്റെ സമയമായി എന്നാണ്. ദേവൻ തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല. പൊറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ, ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ 3 മാസമായി PR വർക്ക് ചെയ്യുകയായിരുന്നുവെന്നും പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും തേനീച്ചക്കൂട് ഇളകിയതുപോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും. ആദ്യം ഞാൻ രാഹുലിന് വേണ്ടി ഇട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, അത് തെറ്റ് ചെയ്താൽ മാത്രം. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും കൃത്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം, ഒരാളുടെ ഭാഗത്ത് മാത്രമായിട്ട് തെറ്റ് കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാടാണ് സീമാജി നായർ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റിന് താഴെയും അന്നിട്ടപ്പോഴും നിരവധി ആളുകളാണ് ഇതിനെതിരെ താഴെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റുകൾ ഇട്ടിട്ടുള്ളത്. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതിനനുസരിച്ച് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൽ എതിർപ്പുണ്ടെങ്കിൽ അതിനെ വളരെ നല്ല ഭാഷയിൽ അതിനെ നേരിടുക, നല്ല ഭാഷയിൽ സംസാരിക്കാമല്ല. പക്ഷേ വളരെ മോശമായിട്ടുള്ള വൃത്തികെട്ട രീതിയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ പങ്കുവെക്കുന്നത് എന്നാണ് അറിയാനുള്ളത്. ചില കമന്റുകൾ ചില ആളുകൾ സീമാജി നായരുടെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റ് കൂടി ഇടുന്നുണ്ട്. ചില കമന്റുകൾ അതിന് താഴെ വന്നിട്ടുള്ളത് വായിക്കാം. ഞരമ്പ് രോഗികളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യും. ഇതാണ് അവരുടെ ഹോബി. സീമയുടെ നിലപാട് തികച്ചും സത്യസന്ധമാണ്. ശബരിമല കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ കമ്മ്യൂണിസ്റ്റുകളുടെ വിദ്യ. ദയവായി മാധ്യമങ്ങൾ ഈ കുതന്ത്രങ്ങളിൽ വീഴരുത്. അതൊരു കമന്റ്. അല്ലാതെ മാങ്കൂട്ടത്തിൽ ഗർഭമുണ്ടാക്കി കലക്കിപ്പിച്ചത് ഒരു തെറ്റേ അല്ല അല്ലേ? ഈ വൃത്തികെട്ടവൻ നടക്കുന്ന വഴിയെ പെണ്ണുങ്ങൾ നടക്കരുത് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. യാതൊരു ഉളുപ്പുമില്ലേ അടിമക്കമ്മി. ഇത്രയും മാസങ്ങൾ പീഡനവീരന്മാരാൽ നയിക്കുന്ന പിണറായി നേരിട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ടും ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങൾ നേരിട്ട് വന്ന് എല്ലാ സംരക്ഷണങ്ങളും തരാമെന്ന് വാഗ്ദാനം നടത്തിയിട്ടും ഒരു പരാതിയോ തെളിവോ ഇല്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി മാത്രം ചില മാധ്യമത്തെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാൻ ഇനി കഴിയില്ല. ഈ പോസ്റ്റ് ചുമന്നു വന്ന CPM-കാരെ നിങ്ങൾക്കല്ലേ ആഭ്യന്തരം? പിടിച്ചകത്തിട്ട് അല്ലാതെ ഈ ഉമ്മാക്കി കാട്ടി നടക്കണ്ട. ജനങ്ങൾ കൂടുതൽ രാഹുലിന് കൊടുക്കാൻ കാരണവും CPM തന്നെയാണ്. ഭരണം കയ്യിൽ ഉണ്ടായിട്ടും ഇത്രയും മാസമായി ആരോപണം വന്നിട്ട് എന്തേ കേസ് എടുക്കാതിരിക്കുന്നത്? കാരണം ഇലക്ഷൻ ആവുമ്പോൾ ഇതല്ലാതെ വേറൊന്നും പറയാനില്ല. ആരോപണം വന്നതും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. മുകേഷിനെതിരെ പോലീസ് കേസ് എടുത്തപ്പോൾ പാർട്ടി തീവ്രത അളന്നൊഴിവാക്കി. ഇതാണ് അവസ്ഥ എന്നാണ് ഒരു കമന്റ്. സഭയിൽ ചേംബർ തകർത്ത നരാധമന്മാരെ ശബരിമല വിഷയം മാറ്റം. ഈ തള്ളലിൽ എന്നും വിചാരിക്കേണ്ട. രാഹുൽ സഭ തകർത്തു MLA ആയതല്ല. ആരും ഹരിചന്ദ്രന്മാരാകണ്ട. കോടതിയും പോലീസും ഇവിടെയുണ്ട്. തെറ്റുണ്ടെങ്കിൽ അവർ നോക്കിക്കൊള്ളും.
സ്വർണ്ണപ്പാളി അടർത്തിയ കാര്യം പറ, ന്യായീകരണ തൊഴിലാളികളെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഏതായാലും ചില ആളുകൾ അതിനെ പോസിറ്റീവായിട്ടും കാണുന്നുണ്ട്, ചില ആളുകൾ അതിനെ നെഗറ്റീവ് കമന്റുകളും ഇടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശിച്ചാണ് ഈ വിഷയത്തിൽ അഖിൽ മാരാർ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റെന്നാണ്. പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് രാഹുൽ ചെയ്തതെന്നും ആ പെൺകുട്ടിയോട് മാപ്പ് ചോദിച്ച് സമൂഹത്തോട് മാപ്പ് ചോദിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം ചോദിക്കുകയാണ് അയാൾ ഇനി ചെയ്യേണ്ടതെന്നും അഖിൽ പറയുന്നു. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ചാറ്റ്, ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അഖിൽ മാരാറിന്റെ വിശദീകരണം. ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതാക്കണമെന്ന ആരുടെയൊക്കെയോ ഉറച്ച തീരുമാനമാണ് ഘട്ടം ഘട്ടമായി പുറത്തുവരുന്ന ശബ്ദ സംഭാഷണങ്ങളും ചാറ്റുകളും എന്ന് വാദിക്കുന്നവർ അറിയാൻ. ദിലീപ്, വേടൻ, രാഹുൽ ഇവരൊക്കെയാണ് കേരളം ആഘോഷിച്ച സ്ത്രീ പീഡനവീരന്മാർ. ഇതിൽ നാളിതുവരെ ഒരു സ്ത്രീ പോലും പരാതി പറഞ്ഞിട്ടില്ലാത്ത പീഡനവീരനാണ് ദിലീപ്. അയാൾക്കെതിരെ പൊതുസമൂഹത്തിന് മുൻപിലുള്ളത് പൾസർ സുനി എന്ന ക്രിമിനൽ പോലീസിന് നൽകിയ ഒരു മൊഴി മാത്രമാണ്. ആ മൊഴി കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു. അന്നു മുതൽ ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഏറെക്കുറെ പലരും അതിൽ ആനന്ദം കണ്ടെത്തി. പൊതുപരിപാടികളിൽ അയാൾക്കൊപ്പം ഫോട്ടോ വന്നതിന്റെ പേരിൽ പോലും രാഷ്ട്രീയ നേതാക്കൾ പഴികേട്ടു. നാളിതുവരെ ഇരയാക്കപ്പെട്ട നടി ഒന്നും പറയാതെ തന്നെ ദിലീപ് പീഡനവീരനായി മുദ്രകുത്തപ്പെട്ടപ്പോൾ വേടൻ സംസ്ഥാന സർക്കാരിന് പ്രിയപ്പെട്ടവനായി മാറി. മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ മാറി മാറി മത്സരിച്ചു. 3 പെൺകുട്ടികളാണ് വേടന്റെ ക്രൂര ലൈംഗിക വികാരത്തിന്റെ പേരിൽ പരാതി നൽകിയത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ പെൺകുട്ടി. കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ 2 തവണ പോലീസ് കേസിൽപ്പെട്ട വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ലൈംഗിക ഭ്രാന്ത് തീർക്കാൻ ഉപയോഗിച്ച വേടൻ ഒരു വിഭാഗത്തിന് പ്രിയപ്പെട്ടവനും നവ അയ്യങ്കാളിയും അടുത്തത് രാഹുൽ. 100% രാഹുലിനെ തകർക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമാണെന്ന് തന്നെ പറയാം. പക്ഷേ രാഹുൽ പൂർണ്ണമായും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്. പ്രണയമുണ്ടാകുന്നതും അതിൽ ലൈംഗിക വീഴ്ച സംഭവിക്കുന്നതും അതിൽ അബദ്ധം പറ്റി ഗർഭമുണ്ടാകുന്നതും മനസ്സിലാക്കാം. എന്നാൽ വിവാഹം കഴിക്കാം എന്ന പ്രതീക്ഷ നൽകി പെൺകുട്ടികളുടെ മനസ്സ് മാറ്റി ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ന്യായീകരിക്കുന്ന നാറികളും ഉണ്ടായേക്കാം. എന്നാൽ ഇവിടെ നീ എനിക്ക് വേണ്ടി ഗർഭിണിയാകൂ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ബോധപൂർവം ഗർഭിണിയാക്കിയ ശേഷം അവൾ ഇതിന്റെ പ്രശ്നം പറയുമ്പോൾ ക്രൂരമായി മനസാക്ഷിയില്ലാതെ മറുപടി പറയാനും ആദ്യ മാസത്തിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് നിസ്സാരവൽക്കരിക്കാനും അമ്മ ആകുന്ന നിമിഷം ഒരു പെൺകുട്ടിയിൽ മാനസികമായി സംഭവിക്കുന്ന വൈകാരിക മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ആ കുഞ്ഞിനെ കൊന്നുകളയാൻ ലളിതമായി ഭീഷണിപ്പെടുത്തുക ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് രാഹുലിന്റെ ഇന്ന് പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങൾ. ഇതുപോലുള്ള ചെയ്തികൾ ചെയ്ത ശേഷം സമൂഹത്തിൽ നന്മയുടെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്നതിന് പകരം ചെയ്ത തെറ്റുകൾക്ക് ആ പെൺകുട്ടിയോട് മാപ്പ് ചോദിച്ച് സമൂഹത്തോട് മാപ്പ് ചോദിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പെൺകുട്ടിയെ ചതിച്ച് ഗർഭിണിയാക്കി അവളെ കൊലപാതകിയാക്കി മാറ്റാൻ പ്രേരിപ്പിച്ച് സ്വന്തം ജീവിതം മാത്രം നോക്കുന്ന മനോഭാവം അപകടകരമാണ്. അനുകൂലിക്കുന്നവർ ഇല്ലാതാക്കാൻ നോക്കുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടിയാണ്. ഇനി രാഹുലിനെ എതിർത്ത് വേടനെ പൊക്കി നടക്കുന്നവർ ഒരേ സമയം വായ കൊണ്ട് കഴിക്കുകയും വായിലൂടെ അമേദ്യം പുറം തള്ളുന്നവരുമായി മാറുന്നു എന്നാണ് അഖിൽ മാരാറിന്റെ വാക്കുകൾ. ഏതായാലും അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു. അതിന് താഴെയും നിരവധി ആളുകളാണ് അതിനെ വിമർശിച്ചും അതുപോലെ അതിനെ അനുകൂലിച്ചും കമന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള സത്യങ്ങൾ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടികളും തക്കതായിട്ടുള്ള ശിക്ഷയും ലഭിക്കട്ടെ. അല്ലാത്ത പക്ഷം ഇതൊരു രാഷ്ട്രീയ തന്ത്രമായിട്ട് രാഹുലിനെ മനഃപൂർവ്വം പിടിച്ച് താഴെയിടാനുള്ള ഒരു തന്ത്രമായി മാത്രമേ കാണാൻ സാധിക്കുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്.